Welcome you all to this Commerce Easy Learning. BCom BBA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 4th സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസാണിത്. സബ്ജക്റ്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് കോൺട്രാക്റ്റ് അക്കൗണ്ട്. കോൺട്രാക്റ്റ് അക്കൗണ്ടിനെ കുറിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസും അത് നമ്മൾ വർക്കൗട്ട് ചെയ്യാണ് ഈ വീഡിയോസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. Question ഇങ്ങനെയാണ്. A building contractor undertook a contract for rupees 15 lakh on arrangement that 80% of the value of the work done as certified by architect of the contractee shall be paid immediately and the remaining 20% be retained until the completion of the contract. ഒരു ബിൽഡിംഗ് കോൺട്രാക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്ര രൂപയ്ക്കായിരുന്നു പറഞ്ഞ് 15 ലക്ഷത്തിനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ 80% വർക്ക് സർട്ടിഫൈ ചെയ്തിട്ട് ആർക്കിടെക്ട്സ് ഓക്കെ എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള അപ്പോൾ അതിൻ്റെ കാശ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതിൻ്റെ 20% ക്യാഷ് കൊടുത്തിട്ടില്ല. അത് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും കൊടുക്കുക. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. In 2018 the amount expended were അതായത് ചിലവാക്കിയതെന്ന് പറയുന്നത് അത് മെറ്റീരിയൽസ് ₹1,80,000 മെറ്റീരിയൽസിന് 1,80,000 ചിലവാക്കി. വേജസ് ₹1,70,000 carriage 6,000 cartage ₹1,000 sundry expenses ₹3,000. The work was certified for ₹3,75,000. അതായത് ഇത്രയും എക്സ്പെൻസസ് പറഞ്ഞിരിക്കുന്നത്. മെറ്റീരിയൽസിനും വേജസിനും കാരേജിനൊക്കെ ഇത്ര രൂപ ചിലവാക്കിയിട്ടുണ്ട്. അതിൽ സർട്ടിഫൈ ചെയ്ത് ആർക്കിടെക്ചർ അല്ലെങ്കിൽ എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്തതിന് എത്ര രൂപീസിൻ്റെ പറയുന്നത്? 3,75,000 പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 15 ലക്ഷത്തിൻ്റെ എമൗണ്ടിൽ എത്ര രൂപയുടെ ചെയ്തിട്ടുള്ളൂ ഇവർ? 3,70,500 അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. 15 ലക്ഷത്തിൽ 3,70,500 കോൺട്രാക്ടർക്ക് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? വർക്ക് അത്രേ അവർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. സർട്ടിഫൈ ചെയ്ത എമൗണ്ടിന് ഇത്ര രൂപയെ കൊടുത്തിട്ടുള്ളൂ. അതായത് ലെസ് ദാൻ ഹാഫ് പോർഷൻസേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 അല്ല വരിക. അവിടെ എന്ത് വേണം? അപ്പോൾ അവിടെ 1/3 എന്നാണ് വരിക. കാരണം ലെസ് ദാൻ ഹാഫ് അല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. In 2019 the amounts expected were, that is 2019 എത്ര രൂപയാണ് നമുക്ക് ചിലവാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മെറ്റീരിയൽസ് 2,20,000, വേജസ് 2,30,000, carriage ₹33,000, cartage ₹2,000, sundry expenses ₹4,000, and that 3/4 of the contract was certified as done by 31st December and 80% of this was received. The value of unused stock and working progress uncertified was ascertained of ₹20,000. That means ഇപ്പോൾ എക്സ്പെൻസസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ 3/4 of the contract was certified. അതായത് 3/4 പോർഷൻസ് എന്ത് 3/4 ഭാഗം ആ വർക്ക് കംപ്ലീറ്റ് ആയി എന്നാണ് പറയുന്നത്. ക്ലിയർ? അതിൽ 80% എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദ വാല്യൂ ഓഫ് അൺയൂസ്ഡ് സ്റ്റോക്ക്, യൂസ് ചെയ്യാത്ത സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വർക്കിംഗ് പ്രോഗ്രസ് അൺസർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അത് എത്ര റുപ്പീസിലാണ് പറയുന്നത്? 20,000. ഓക്കെ. ഇപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത 2020 കാര്യങ്ങൾ നോക്കാം. In 2020 the amounts expected were, 2020 എത്ര ചിലവുകൾ വന്നിരിക്കുന്നത്? മെറ്റീരിയൽസ് 1,26,000, വേജസ് 1,70,000, കാർട്ടേജ് ₹6,000, സൺട്രി എക്സ്പെൻസസ് 3,000, ആൻഡ് ഓൺ 30th June the whole contract was completed. അത് ഇത്രയും ചിലവുകളാണ്. അതിനോടൊപ്പം 30th ജൂൺ 30 ഈ പറഞ്ഞ കോൺട്രാക്റ്റ് ഫുൾ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ 3 കൊല്ലം നീണ്ടിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ്. അത് ജൂൺ 30 കംപ്ലീറ്റ് ആയി. Show how the contract account and also the contractee's account would appear for each of these years in the books of the contractor. ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് കോൺട്രാക്റ്റ് അക്കൗണ്ട് എങ്ങനെയാണ് അതിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഈ 3 കൊല്ലത്തിലും എങ്ങനെയാണ് എന്നുള്ളതും, അതേ ഓരോ ഇയർ ഉണ്ട് കേട്ടോ ബുക്സ് ഓഫ് കോൺട്രാക്ടറിൻ്റെ അക്കൗണ്ടിൽ എങ്ങനെയാണ് എന്നുള്ളതും. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? അസ്യൂമിങ് ദാറ്റ് ദ ബാലൻസ് ഡ്യൂ ടു ദം വാസ് റിസീവ്ഡ് ഓൺ
കംപ്ലീഷൻ ഓഫ് ദ വർക്ക്, അതായത് ഈ പറഞ്ഞ നമ്മളിപ്പോൾ കിട്ടിയ ഡാറ്റ വെച്ചിട്ട് ഈ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഓരോ വർഷം എത്രത്തോളമാണ് കോൺട്രാക്ടറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഓരോ വർഷം എത്രത്തോളമാണ് എഴുതിയിരിക്കുന്നത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, എത്ര എമൗണ്ട് ആയി എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതേപോലെ തന്നെ ബാലൻസ് എമൗണ്ട് നമുക്ക് ലാസ്റ്റ് ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് എത്രയുണ്ടായിരുന്നു എന്നുള്ളതും. അതേപോലെ തന്നെ ഷോ ആൾസോ വാട്ട് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് വിൽ ഹാവ് ടു ബി ക്യാരീഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ഈച്ച് ഓഫ് ദീസ് ഇയർ. ഓരോ വർഷവും എത്രത്തോളമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എമൗണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കുക. ആൻഡ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് വിൽ അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടിൽ ദ വർക്ക് ഈസ് ഫിനിഷ്ഡ്. അതുപോലെ തന്നെ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം എത്രയാണ് അതിൽ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ബാലൻസ് ഷീറ്റിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? നമുക്കപ്പോൾ ആൻസറിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 3 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വന്നിരുന്ന ഒരു കോൺട്രാക്റ്റാണ് അല്ലേ, 2018, 2019, 2020. നമ്മൾ കുറച്ച് മുമ്പ് ഇല്ലെങ്കിൽ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് 1 കൊല്ലത്തിൻ്റെ ഉള്ളിലുള്ള കോൺട്രാക്റ്റുകളാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കോൺട്രാക്റ്റുകളിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ അല്ലേ, 2018 പറയുന്നത് അല്ലേ, ഫസ്റ്റത്തെ കാര്യങ്ങൾ 2018 കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കൂ, കോൺട്രാക്ട് അക്കൗണ്ടിൽ 2 മെറ്റീരിയൽസ് 1,80,000 അല്ലേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ ക്യാരേജ് 6,000, കാർട്ടേജ് 1,000, വേജസ് 1,70,000, സൺട്രി എക്സ്പെൻസസ് 3,000. ഇത്രയും കാര്യങ്ങൾ 2018 എന്ന് പറഞ്ഞ് എക്സ്പെൻസസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ ബൈ വർക്കിംഗ് പ്രോഗ്രസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക 3,75,000 എഴുതുക. വേറെ ഐറ്റംസുകളൊന്നും ഇതിൽ ഇല്ല. അതായത് 2018 അൺസർട്ടിഫൈഡ് എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അതിനുള്ള രീതിയിൽ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അപ്പോൾ 2 സൈഡും ടോട്ടൽ ചെയ്യാം. ഏത് സൈഡാണ് കൂടുതൽ? ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അതുകൊണ്ട് നമ്മൾ എഴുതി 3,75,000 എന്ന് എഴുതി. അപ്പോൾ അതേ തന്നെ അവിടെ എഴുതണം, ഡെബിറ്റ് സൈഡിലും 3,75,000 എഴുതി. എന്നിട്ട് ഇതിൻ്റെ ബാലൻസ് നോക്കുക, അതായത് 1,80,000, 6,000, 1,000, 1,70,000, 3,000 കൂടെ ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്യുമ്പോൾ 3,75,000 കുറവായിരിക്കും. അത് എത്ര കുറവായി ടോട്ടൽ ചെയ്തിട്ട് ഇത് ഉണ്ടാവുമല്ലോ, 3,75,000 നിന്ന് ഈ പറഞ്ഞ ഡെബിറ്റ് സൈഡിലുള്ള കാര്യങ്ങളെ ടോട്ടൽ ചെയ്തിട്ട് ആ ടോട്ടൽ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും എത്രയാ? 15,000. അതാണ് നമ്മുടെ നോഷണൽ പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ക്ലിയർ ആയോ? അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് 15,000 ആണ്. അത് നേരെ നമുക്ക് എന്ത് എഴുതണം? ബ്രോ ഡൗണിലേക്ക് ബൈ നോഷണൽ പ്രോഫിറ്റ് ബ്രോ ഡൗൺ 15,000 എഴുതണം. ഓക്കെ, ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. പിന്നെ കണ്ടുപിടിക്കാനുള്ളതാണ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചേക്ക് എങ്ങനെ? ഫോർമുല എങ്ങനെയാണ്? നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എന്നാണ്. അപ്പോൾ തൊട്ട് മുമ്പുള്ള കണക്കുകളിലൊക്കെ നമ്മൾ ഈ 1/3യുടെ പകരം നമ്മളവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത് 2/3 എന്നാണ്. അത് എന്തുകൊണ്ടായിരുന്നു? കോൺട്രാക്റ്റിൻ്റെ വർക്ക് ഹാഫിൽ കൂടുതൽ പണിയും കഴിഞ്ഞു എന്ന്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് പണി എന്ന് പറയുന്നത്? 2018 ആയ സമയത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് ഹാഫ് പോർഷൻ പോലും ആയിട്ടില്ല, കാൽ പോർഷൻ തന്നെ ആയിട്ടുള്ളൂ, കാൽ ഭാഗമേ ആ കോൺട്രാക്റ്റിൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ വർക്ക്. അതുകൊണ്ട് കാരണം 15 ലക്ഷത്തിൻ്റെ വർക്ക് 3,75,000 രൂപയുടെ വർക്ക് സർട്ടിഫൈ ചെയ്തുള്ളൂ. അപ്പോൾ അതൊരു 0.5% വർക്ക് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3. അതുകൊണ്ടാണ് 0.5% ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 1/3 എന്ന് വരാൻ കാരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എഴുതുന്ന സമയത്ത് 15,000, അതായത് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 15,000 ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എന്നാണ്. അതിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എത്രയാണ് ക്യാഷ് റിസീവ് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് എത്ര നമുക്ക് അറിയാൻ പറ്റും? 80% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അവിടെ എന്ത് ചെയ്യാം? 80/100 എന്ന് എഴുതാം. അതർവൈസ് എങ്ങനെ എഴുതാം? ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എന്ന് എഴുതാം. നമുക്ക് ആ എമൗണ്ട് എടുത്ത് എഴുതിയാൽ നമുക്ക് കിട്ടും 4,000 എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡ് നോക്കും, 15,000 ആണ് കിടപ്പുള്ളത് നോഷണൽ പ്രോഫിറ്റ്. അപ്പോൾ ആ 15,000 കൂടുതൽ ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിലും 15,000 എന്ന് എഴുതുക. എന്നിട്ട് ഇവിടെ എത്ര ഷോർട്ടേജ് നോക്കുക, ഇവിടെ ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ 4,000ഉം ഈ പറഞ്ഞ 15,000 ഷോർട്ടേജ് വരുമ്പോൾ 11,000 ആണ് ഷോർട്ടേജ് വന്നിരിക്കുന്നത് മനസ്സിലായി. അത് നമ്മൾ എന്ത് എഴുതും? വർക്കിംഗ് പ്രോഗ്രസ് ബ്രാക്കറ്റിൽ റിസർവ് എന്ന് എഴുതും. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വർക്കിംഗ് പ്രോഗ്രസ് റിസർവ് എന്ന് എഴുതിയത് നമ്മൾ 2019 നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ ആ ഡെബിറ്റ് സൈഡിലുള്ള വർക്കിംഗ് പ്രോഗ്രസ് റിസർവ് ക്രെഡിറ്റ് സൈഡിലേക്ക് അടുത്ത കൊല്ലത്തിലേക്ക് മാറും. അപ്പോൾ 2019 ബൈ വർക്കിംഗ് പ്രോഗ്രസ് റിസർവ് 11,000 എന്ന് എഴുതിയിട്ടുണ്ടാവും. ക്ലിയർ ആയോ? ക്രെഡിറ്റ് സൈഡിൽ വർക്കിംഗ് പ്രോഗ്രസ് റിസർവ്, അതായത് 2018
വർക്കിംഗ് പ്രോഗ്രസ് റിസർവ് എന്ന് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഡെബിറ്റ് സൈഡിൽ എഴുതിയതാണ് നമ്മൾ ഇവിടേക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്നത്. ബൈ വർക്കിംഗ് പ്രോഗ്രസ് റിസർവ് 11,000 എന്ന്. ദെൻ വർക്കിംഗ് പ്രോഗ്രസ് അക്കൗണ്ട് വർക്ക് സർട്ടിഫൈഡ് 11,25,000 ആണ്. അതെങ്ങനെ കിട്ടിയേ? 15 lakh എത്രയാണ് നമുക്ക് അതിൻ്റെ എമൗണ്ട്, അതായത് കോൺട്രാക്റ്റിൻ്റെ എമൗണ്ട് 15 lakh ആണെന്ന് പറഞ്ഞു. അതിൽ 3/4 കംപ്ലീറ്റ് ആയി, 3/4 വർക്ക് സർട്ടിഫൈ ചെയ്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. 3/4 ഓഫ് ദാറ്റ് കോൺട്രാക്ട് വർക്ക് എന്തുണ്ട്, സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര എമൗണ്ട്? 15 lakh ആണ് കോൺട്രാക്ട് പ്രൈസ്. അതിൽ 3/4 കംപ്ലീറ്റ് ആക്കിയവർ 75/100 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടും 11,25,000. ദെൻ വർക്ക് അൺസർട്ടിഫൈഡ് എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ട് 20,000, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 11,45,000 കിട്ടും. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ ചെയ്യുക. 11,45,000 11,000 കൂടി ആകുമ്പോൾ 11,56,000 വരും. അപ്പോൾ ഇവിടെയും അതേപോലെ ഡെബിറ്റ് സൈഡിലും അതേപോലെ തന്നെ എഴുതുക. കാരണം ഇതാണ് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലേക്കും ഈ ടോട്ടൽ 11,56,000 എഴുതി. എന്നിട്ട് നമ്മൾ എപ്പോഴും ബാലൻസിങ് ചെയ്യണ പോലെ ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ എക്സ്പെൻസസും ടോട്ടൽ ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് 11,56,000 നിന്ന് കുറയ്ക്കുക. എത്ര ഷോർട്ടേജ് വന്നു നോക്കുക. അപ്പോൾ എത്രയാണ് വന്നിരിക്കുന്നത് നോക്കൂ. 3,02,000 വന്നു. 3,02,000 ആണ് നമുക്കതിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. റൗണ്ട് ഫിഗർ, ബാലൻസിങ് ഫിഗർ ആണ്. അപ്പോൾ അത് റൗണ്ട് ഇട്ട് വയ്ക്കുക. ടു നോഷണൽ പ്രോഫിറ്റ് ക്യാരി ഡൗൺ. കാരണം ഞാൻ റൗണ്ട് ഇട്ട് വയ്ക്കാൻ പറയുന്നത് നിങ്ങൾക്കത് ബാലൻസിങ് ഫിഗർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ടു നോഷണൽ പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ക്യാരി ഡൗൺ എഴുതിയത് നമുക്കറിയാം. അടുത്തത് എങ്ങനെ പോകണം? ബൈ നോഷണൽ പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ. എത്രയാ? 3,02,000 എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നോഷണൽ പ്രോഫിറ്റ് എത്രയാണ്? 3,02,000 ആണ്. അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് ഇൻ 2/3, അതായത് ഇവിടെ 80% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. 80% ഓഫ് ദിസ് വർക്ക് എമൗണ്ട് വാസ് ടു റിസീവ്ഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം മോർ ദാൻ ഹാഫ് വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് അറിയാം. അതുകൊണ്ട് ഇവിടെ 2/3 എന്ന് എഴുതി. ഇൻറ്റു ഇവിടെ വേണമെങ്കിൽ 80/100 പകരം എന്ത് എഴുതാം? ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എന്ന് എഴുതാം. പക്ഷേ ഈസി ആയിട്ട് 80% പറയുമ്പോൾ 80/100 എന്ന് എഴുതിയാലും മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,61,066 കിട്ടും. ക്ലിയർ ആയോ? 1,61,066 കിട്ടും. ഓക്കെ, ഇനി ഇതിൽ ഈ പറഞ്ഞ നമ്മൾ സാധാരണ ചെയ്യണ പോലെ ബാലൻസിങ് ചെയ്യാം. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എത്ര വന്നു നോക്കും. ഇവിടെ 3,02,000 വന്നു. അപ്പോൾ അതാണ് കൂടുതൽ, അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിലും അതന്നെ എഴുതി. 3,02,000 എഴുതി. എന്നിട്ട് ഈ പറഞ്ഞ 1,61,066 അതിൽ നിന്ന് എത്രയാണ് ഇവിടെ കുറവ് നോക്കുക. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 3,02,000 നിന്ന് എത്ര കുറയ്ക്കണം? ഈ പറഞ്ഞ 1,61,066 കുറയ്ക്കുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,40,934 കിട്ടും. 1,40,934 കിട്ടും. അതാണ് വർക്കിംഗ് പ്രോഗ്രസ് അക്കൗണ്ട്. എന്നിട്ട് റിസർവ് എഴുതുക. അപ്പോൾ 2019 വർക്കിംഗ് പ്രോഗ്രസ് റിസർവ് എന്ന് പറയുന്നത് 2020 ഏതിലേക്ക് മാറും? ഇപ്പോൾ ബൈ വർക്കിംഗ് പ്രോഗ്രസ് റിസർവിലേക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് മാറും. അപ്പോൾ ഇവിടെ ഈ എമൗണ്ട് എഴുതുക. 1,40,934 എന്ന് എഴുതുക. 1,40,934 ഇവിടെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുക. അവിടെ ഡെബിറ്റ് സൈഡിലുള്ള വർക്കിംഗ് പ്രോഗ്രസ് റിസർവ് അടുത്ത കൊല്ലത്തേക്ക് ഇവിടെ ക്രെഡിറ്റ് സൈഡ് ആവും. ക്ലിയർ ആയോ? അപ്പോൾ ഇനി ഇവിടെയുള്ള വർക്കിംഗ് പ്രോഗ്രസ് എന്താവും? ക്രെഡിറ്റ് സൈഡിലുള്ള വർക്കിംഗ് പ്രോഗ്രസിൻ്റെ എമൗണ്ട് എന്താവും? ഇതിൽ വർക്കിംഗ് പ്രോഗ്രസ് അക്കൗണ്ടിലുള്ളത് ഇത് ക്രെഡിറ്റ് സൈഡ് അല്ലേ 2019. അപ്പോൾ നേരെ 2020 എന്ന് പറയുമ്പോൾ വർക്കിംഗ് പ്രോഗ്രസ് ഇവിടെ എഴുതണം. 11,40,45,000 എന്ന് ഇവിടെ ബ്രോഡ് ഡൗൺ എഴുതുക. ക്ലിയർ ആയോ? 2020 ഇത്രയും ടു വർക്കിംഗ് പ്രോഗ്രസ് ബ്രോഡ് ഡൗൺ എന്ന് 11,45,000 എന്ന് എഴുതുക. ക്ലിയർ ആയോ? ഇനി 2020 എക്സ്പെൻസസ് നമുക്ക് നോക്കാം. കാരണം ഓൾറെഡി വർക്കിംഗ് പ്രോഗ്രസ് ബ്രോഡ് ഡൗൺ 2019 വർക്കിംഗ് പ്രോഗ്രസ് ബ്രോഡ് ഡൗൺ ക്രെഡിറ്റ് സൈഡിലുള്ളത് ഇവിടെ ഡെബിറ്റ് സൈഡിൽ എഴുതി പറഞ്ഞു. ഇനി ഇതിൻ്റെ എക്സ്പെൻസസ് 2020 മെറ്റീരിയൽസ് 1,26,000, കാർട്ടേജ് 6,000, വേജസ് 1,70,000, സൺഡ്രി എക്സ്പെൻസസ് 3,000. ഇതെല്ലാം എക്സ്പെൻസസും ഡെബിറ്റ് സൈഡിൽ എഴുതുക. ഇനിയുള്ളത് 2020 ക്രെഡിറ്റ് സൈഡ് ബൈ വർക്കിംഗ് പ്രോഗ്രസ് റിസർവ്. 2019 വർക്കിംഗ് പ്രോഗ്രസ് റിസർവ് ക്രെഡിറ്റ് സൈഡ് ആയിരുന്നു. അത് നേരെ നമ്മൾ ഇവിടേക്ക് 2020 കൊണ്ടുവന്ന് റിസർവ് എഴുതി. എത്രയാണ് കിട്ടിയിരിക്കുന്നത്? എത്രയാണ്? 1,40,934 അല്ലേ? 1,40,934 എന്ന് കിട്ടി. അത് എഴുതി. ഇനിയുള്ളത് കോൺട്രാക്റ്റ് അക്കൗണ്ട്, അതായത് കോൺട്രാക്ട് പ്രൈസ്.
നമ്മൾ എത്ര രൂപയ്ക്കായിരുന്നു ഈ പറഞ്ഞ കോൺട്രാക്ട് എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 15 ലക്ഷത്തിൻ്റെ. അപ്പോൾ 15 ലക്ഷം എന്ന് എഴുതി. എന്നിട്ട് ഈ പറഞ്ഞത് ക്രെഡിറ്റ് സൈഡ് എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. അപ്പോൾ എത്ര വരും നോക്കൂ, 16,40,934. 16,40,40,934 കിട്ടും. എന്നിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡും കൂടെ ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ 11,40,45,000, 1,26,000, 6,000, 1,70,000, 3,000. ഈ പറഞ്ഞ എമൗണ്ട് എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ക്രെഡിറ്റ് സൈഡിനെക്കാട്ടിയും കുറവാണല്ലോ അത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടോട്ടൽ തന്നെ ഇവിടെ ഡെബിറ്റ് സൈഡിലും എഴുതും. എന്നിട്ട് ഈ പറഞ്ഞ ടോട്ടൽ എല്ലാം കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ 16,40,934 നിന്ന് ഈ എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ അപ്പോൾ എത്ര വരും? നമുക്ക് 1,90,934 കിട്ടും. അത് നമ്മുടെ ഡെബിറ്റ് സൈഡ്, അതല്ലേ ഷോർട്ടേജ് വന്നിരിക്കുന്നത്, അത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കാം. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് 2018, 19, 2020 കോൺട്രാക്റ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് അക്കൗണ്ട് ഇങ്ങനെയാണ്. ക്ലിയർ ആയോ? ഈ പ്രോബ്ലത്തിൻ്റെ കോൺട്രാക്റ്റ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും നെക്സ്റ്റ് വീഡിയോസിൽ ഉൾപ്പെടുത്താം. കാരണം അത്രയും ലെങ്തി ആയി പോകുന്നുണ്ട് വീഡിയോ, അതുകൊണ്ടാണ്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ പിന്നെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.